അല്ലെങ്കിൽ വേണ്ട. സീ ഫോർ യുവർ സെൽഫ്. തോർക്കണം. ലാലേട്ടനെ കുറിച്ച് ഞങ്ങൾക്ക് ലാലേട്ടനെ അറിയാം, പക്ഷെ അറിയാത്ത ഏതെങ്കിലും 3 കാര്യങ്ങൾ ഒന്ന് പറയാമോ? ഞാനങ്ങ് ഭയന്നു പോയി. ഇത്രയുള്ള കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ എൻ്റെ ജീവിതത്തിനെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ശരിക്കും ഞാൻ എൻ്റെ ജീവിതം ഒരു 20 വയസ്സ് പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മോഹൻലാൽ സാറിൻ്റെ അടുത്ത് ആദ്യം വണ്ടി ഓടിക്കാൻ പോയതാണ്. ഞാൻ വണ്ടി ഓടിക്കാൻ പോയി ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഓർക്കുമോ എന്ന് വെച്ചു. നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. അപ്പോൾ എൻ്റെ അടുത്ത് ലാൽ സാർ പറഞ്ഞു, എന്താ ആൻ്റണി ഇങ്ങനെ ചോദിക്കുന്നത്, നമ്മൾ ഇത്രയും ദിവസത്തെ പരിചയമുള്ളവരല്ലേ? തീർച്ചയായിട്ടും ഞാൻ ആൻ്റണിനെ എൻ്റെ ഓർമ്മയിലുണ്ടാകുമെന്ന്. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം ഞാനും എൻ്റെ സുഹൃത്ത് വലയം കൂടി മോഹൻലാൽ സാറിൻ്റെ ഒരു ഷൂട്ടിംഗ് കാണാൻ ചെന്നത് 3-ാം മുറ എന്ന് പറയുന്ന ഷൂട്ടിങ്ങാണ്. ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ലാൽ സാർ എപ്പോഴാണ് എന്നെ കാണുന്നതെന്ന് നോക്കി ഞാനിങ്ങനെ ഇടയിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ലാൽ സാർ ആരോ ഇങ്ങോട്ട് തിരിഞ്ഞ് കൈ കാണിച്ച് വിളിക്കുന്നുണ്ട്. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങും. അപ്പം ലാൽ സാർ ഓർക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ എന്നെയാണോ സാർ വിളിക്കുന്നത്? കാരണം ഇത്രയും ഒരു മാസം കഴിഞ്ഞിട്ടും ഇത്രയും ദൂരം നിന്ന് എന്നെ കണ്ട് മനസ്സിലായോ? ആകെ ഞാനൊരു കൺഫ്യൂഷനായി പോയി. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ഞാൻ പുറകോട്ടൊക്കെ നോക്കി. പുറകോട്ട് നോക്കുമ്പോൾ ആരെയും എന്നെ തന്നെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, സാർ എന്നെയാണോ എന്ന് ചോദിച്ചു. ആൻ്റണിയാണെന്ന് പറയും. അങ്ങനെ ഞാൻ പരിസരം മറന്ന് ഓടുമ്പോൾ ഒരു ഫീൽഡ് എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഓടിപ്പോകുന്ന സമയത്ത് ഈ പ്രൊഡക്ഷൻ മാനേജർമാർ വന്നിട്ട് എന്നെ ഇങ്ങനെ തടയാൻ വന്നപ്പോൾ ലാൽ സാർ അവിടെ നിന്ന് പോരെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് എന്താ അവിടെ എന്ന് ചോദിച്ച് കുറച്ച് വർത്തമാനം പറഞ്ഞു. നമ്മൾ വേറൊരു അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് ശരിക്കും ഞാൻ തിരിച്ചു വന്ന് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനവും എടുത്ത് ലാൽ സാർ ചെല്ലാൻ പറഞ്ഞ് ഞാൻ ആ ഷൂട്ടിംഗ് മൊത്തം തീരുന്നത് വരെ ലാൽ സാറിൻ്റെ കൂടെ വീണ്ടും ജോലി ചെയ്തു. ആ ജോലി ചെയ്ത് ഞാൻ തിരിച്ചു പോരുന്ന സമയത്ത് ലാൽ സാർ എന്നോട് ചോദിച്ചത്, ആൻ്റണി എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞു. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. അല്ല, അതില് ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാനല്ല ആൻ്റണിയെ വിളിച്ചത്, ദൈവം എന്നെ കൊണ്ട് ആൻ്റണിയെ വിളിപ്പിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.